നമ്മുടെ ശരീരത്തിലെ ലൈംഗിക ഊർജ്ജം ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്സും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ലൈംഗിക ഊർജ്ജത്തെക്കുറിച്ച് പറയാനും അതോടൊപ്പം തന്നെ ലൈംഗിക ഊർജ്ജം ഉപയോഗിച്ച് എങ്ങനെ ആകർഷിക്കണമെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൂലാധാര ചക്ര, സ്വാധിഷ്ഠാന ചക്ര, മണിപൂര ചക്ര, അനാഹത ചക്ര, വിശുദ്ധി ചക്ര, ആജ്ഞാചക്ര, സഹസ്രാര ചക്ര. ഈ 7 ചക്രങ്ങളും നമ്മുടെ ശരീരത്തിൽ ആസ്ട്രൽ ബോഡി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. യോഗയിലും അതോടൊപ്പം തന്നെ പല സ്പിരിച്വലായിട്ടുള്ള ഓരോ മതങ്ങളിലെ എല്ലാ മതങ്ങളിലും ഇതിനെക്കുറിച്ച് രഹസ്യമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിയിലാണോ ഈ 7 ചക്രങ്ങളും ബാലൻസ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് അവർക്ക് എന്തും ആകർഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർ ബോധോദയ പ്രാപ്തിയിലേക്ക് എത്തുമെന്നാണ് ഹിന്ദു മതമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും ബുദ്ധിസം ആയാലും ജുഡായിസം ആയാലും എല്ലാം തന്നെ പ്രതിപാദിക്കുന്നത് ഈ 7 ചക്രങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിക്കും എൻ്റെ മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 7 വഴികൾ 7 വഴിത്താരകൾ അങ്ങനെ അല്ലെങ്കിൽ 7 വാതിലുകൾ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങളെ മതപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ 7 ചക്രങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ചാണ്. സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലൈംഗിക അവയവത്തിൻ്റെ സ്ഥാനത്താണ്. സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളത്, അതായത് സെക്സ് എന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ്. ആ ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് നിറമാണ്. നമ്മുടെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചക്രവുമാണ് ഇത്. ലൈംഗികത എന്ന് പറയുന്നത് സെക്സ് മാത്രമല്ല, അട്രാക്റ്റീവ്നെസ്, അതായത് ഏതൊരു വ്യക്തിയിലാണോ ഈ സെക്സ്വൽ ചക്ര അല്ലെങ്കിൽ സാക്രൽ ചക്ര ഉണർന്നിരിക്കുന്നത് അവരെല്ലാവരും തന്നെ ആകർഷിക്കുന്നതാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായിരിക്കും ആ വ്യക്തികൾ. ആ ചക്ര സ്ഥിതി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്രിയേറ്റീവായിട്ടുള്ള എനർജി, അതായത് നമ്മുടെ ഒരു ക്രിയാത്മകമായിട്ട് ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് ഈ സെക്സ്വൽ ചക്രയിൽ നിന്നാണ് അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം നിങ്ങളുടെ സെക്സ്വൽ ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സെക്സ്വൽ ചക്ര ബ്ലോക്കായുള്ള കാരണങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായുള്ള കാരണം, നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും രീതിയിലുള്ള ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്സ്വൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. രണ്ടാമതായുള്ള ഓവർ പോണോഗ്രഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത്, അതായത് നീലച്ചിത്രങ്ങളുടെ അമിതമായ ഉപയോഗം. മൂന്നാമതായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് സ്വയംഭോഗം അല്ലെങ്കിൽ പരസ്പര ഭോഗം എന്നൊക്കെ പറയുന്നത്. ഓവറായിട്ടുള്ള സെക്സ്വൽ ഇൻ്റർകോഴ്സിലൂടെ നിങ്ങളുടെ ലൈംഗിക ഊർജ്ജത്തെ നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ കോളേജ് ലൈഫ് എടുക്കാൻ തന്നെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ സെക്സ്വൽ ചക്രത്തെ എങ്ങനെ ഉണർത്തിയെടുക്കാം? ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മൂലാധാര ചക്രത്തെക്കുറിച്ച്. അതേപോലെ തന്നെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിനും ഒരു മന്ത്രമുണ്ട്, മൂലമന്ത്രമുണ്ട്. വം എന്നുള്ളതാണ്, VAM എന്നുള്ളതാണ്, വം എന്നുള്ളതാണ് അതിൻ്റെ മൂലമന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രം നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അഫ്രിമേഷൻ ചെയ്യുന്നത് പോലെ വം 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 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ഉണരുകയും, അതായത് ബ്ലോക്കുകൾ മാറിയിട്ട് നിങ്ങളുടെ ആ സ്വാധിഷ്ഠാന ചക്രം ഉണരുകയും നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു ചക്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഊർജ്ജത്തെക്കുറിച്ച് പലരും പറയില്ല, കാരണം ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സാണ് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന 14 ദിവസത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ വിവിധ ചക്രങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ചക്രങ്ങളെ ബ്ലോക്കുകളെക്കുറിച്ചും ചക്രങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യാം, ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഇൻഫർമേഷൻസ്, അതിൻ്റെ ഗന്ധം, അതിൻ്റെ കളർ, അതിൻ്റെ ചക്രം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. പലരും ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ സമയത്ത് പലരും ചോദിച്ചിരുന്നു അടുത്ത ബാച്ച് എപ്പോഴാണ് തുടങ്ങുന്നത്. നാളെ വൈകുന്നേരമാണ് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് ഈ ചക്രങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജ് ലൈഫിൽ നമ്മൾ ഈ ഒരു അഡിക്ഷനിൽ പെട്ടിരിക്കുകയാണല്ലോ, നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും ഒരു ലോ എനർജി ലെവലായിരിക്കും ഉണ്ടാകുക. എന്നാൽ ആ സെക്സ്വൽ ചക്രയെ മനസ്സിലാക്കിയിട്ട് അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രൂപത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. കാരണം നമ്മുടെ ആ ഒരു എനർജി എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകും. നമ്മുടെ മുഖം കുറച്ചും കൂടി ഗ്ലോ ആയിരിക്കും, കുറച്ചും കൂടി ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും.
ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ക്ലാസ്സാണ് ചക്ര മാനിഫെസ്റ്റേഷൻ്റെത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് കളർ നമ്മുടെ ശരീരത്തിൽ ധരിക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ഇതെല്ലാം തന്നെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു ഇൻഫർമേഷനിലൂടെ നമുക്ക് ലോകത്ത് നന്മകൾ കൊണ്ടുവരാൻ സാധിക്കും. പലപ്പോഴും ഈ ഒരു ഇൻഫർമേഷൻ, ഇത്തരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും സമ്പത്തും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.